നമുക്ക് ലോകത്തിൽ തന്നെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു മാജിക്കാണ് ദ ഗ്രേറ്റ് ഇന്ത്യൻ റോപ്പ് ട്രിക്ക് എന്ന് പറയുന്നത്. ഈ റോപ്പ് ട്രിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമായിരിക്കുമല്ലോ, നമ്മൾ പലരും കേട്ടിട്ടുണ്ടായിരിക്കും. ഒരു തെരുവ് മാന്ത്രികൻ ഒരു വലിയൊരു വടത്തിനെ അന്തരീക്ഷത്തിലേക്ക് ഇങ്ങനെ കമ്പ് പോലെ ആക്കിയിട്ട് അതിലേക്ക് ഒരു കുട്ടിയെ കടത്തി വിട്ടു വാനിഷ് ചെയ്യുന്നു. ഇറ്റ്സ് വൺ ഓഫ് ദ വേൾഡ് ഫേമസ് ഇന്ത്യൻ മാജിക്. അപ്പൊ ഞാനിവിടെ ഒരു കയറ് കരുതിയിട്ടുണ്ട്, നമുക്ക് ഒന്ന് എടുക്കാം. ഓക്കെ, എന്റെ കയ്യിൽ സാമാന്യം നീളമുള്ള ഒരു വൈറ്റ് റോപ്പ് ഉണ്ട്. ഗോപി ഒരു കാര്യം ചെയ്യാം, ഇതൊന്ന് പിടിച്ച അതവിടെ താഴെ വെച്ചു. ഓക്കെ, അതൊന്ന് ചെക്ക് ചെയ്യാം. ആ റോപ്പിന്റെ ഹെഡ് ടു ഫുട്ട് നല്ലോണം ചെക്ക് ചെയ്യാം. ഓക്കെ, നല്ല സ്ട്രോങ് ആണോന്ന് നല്ലോണം പരിശോധിക്കാം. ഓക്കെ, ഒരു എൻ്റെ എനിക്ക് തരുമോ? ഓക്കെ, ഒന്ന് വലിച്ച്. ഓ, വിചാരിക്കുന്ന പോലെ കേട്ടോ, നല്ല സ്ട്രോങ് ആണ് ഗോപി കേട്ടോ. അപ്പോൾ സാധാരണ ഒരു റോപ്പ് നമ്മുടെ കൈ കിട്ടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഒരു കെട്ടിടും അല്ലേ? പെട്ടെന്ന് ഒരു കെട്ടിട്ടു, ചാടിക്കയറി ഇട്ടത് കാരണം നമ്മൾ അതിന്റെ സീരിയസ്നെസ് ഒന്നും ഓർത്തില്ല. ഇതുപോലെ നല്ല ഊരാ കുടിക്കുറനാണ് ഇട്ടതെന്ന് വെച്ചോ, പെട്ടെന്ന് ഈ കെട്ട് വേണ്ടാന്ന് തോന്നി, മറ്റൊരിടത്ത് ഈ റോപ്പിന്റെ കെട്ടിടണം. എങ്കിൽ എന്ത് ചെയ്യും? ഒന്ന് ഈ പോയി സിസേഴ്സ് എടുത്തിട്ട് കട്ട് ചെയ്യും, അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് കുത്തിയിരുന്ന് അഴിക്കാനായിട്ട് ശ്രമിക്കും. ഓക്കെ, വി ആർ മജീഷ്യൻസ്, never do like that. Just hold the knot and move it where we want, something like this. Wait. റോപ്പ് അവിടെ കെട്ടുണ്ടോ എന്നുള്ളതല്ലേ, ഇറ്റ്സ് സീരിയസ്ലി there. പെട്ടെന്ന് ഈ കെട്ട് വേണ്ട എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ I never waste my time to untie the knot. Just pull it out and put in my pocket. So simple for me. Sure. Thank you so much. I got 2 more ropes. 2 റോപ്പ് കൂടെ ഉണ്ട്. ഇത് സാമാന്യം വലിയൊരു റോപ്പാണ്, പിന്നെ തീരെ ചെറിയൊരു റോപ്പ്. You can check the rope. വലിയ റോപ്പ് ഓൾറെഡി ചെക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ? എനിക്കൊന്നും മനസ്സിലായില്ല. ഒരു മീഡിയം നീളത്തിലുള്ള ഒരു റോപ്പ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഒന്ന് നോക്കിക്കോളൂ. ഓക്കെ, നീളമുള്ള ഒരു റോപ്പ്, തീരെ ചെറിയ ഒരു റോപ്പ്, മീഡിയം നീളത്തിലുള്ള ഒരു റോപ്പ്, 3 നീളത്തിലുള്ള റോപ്പാണ് എന്റെ കൈവശമുള്ളത്. ഗോപികയ്ക്ക് മാജിക് സ്പെൽ അറിയോ? Abracadabra. Yeah, it's one of the world famous magic spell. ഇത് കറക്റ്റ് ആയിട്ട് ശരിയായിട്ട് ഉച്ചരിച്ചു കഴിഞ്ഞാൽ മാജിക് സംഭവിക്കും എന്നാണ്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ശരിക്കും അറിയണ്ടേ? ഞാൻ പഠിപ്പിച്ചു തരാം. ഫോക്കസ് ആബ്രാക്കഡാബ്ര, ഇതാണ് മാജിക് സ്പെൽ. ഇപ്പൊ നമുക്കത് യൂസ് ചെയ്യാം അല്ലെ? ഫോക്കസ് ആബ്രാക്കഡാബ്ര, ഇതാണ് മാജിക് സ്പെൽ. കറക്റ്റ് ആയിട്ട് നമ്മൾ ഉച്ചരിക്കേണ്ടത്. ഈ 3 റോപ്പിന്റെ എൻഡ് ഒരു കയ്യിൽ ഞാൻ എന്റെ ലെഫ്റ്റ് ഹാൻഡിൽ എടുത്തു. അടുത്ത 3 എൻഡ് ലോങ്, മീഡിയം ആൻഡ് ദ സ്മോൾ എൻഡ് ടു മൈ അനദർ ഹാൻഡ്, എന്റെ വലത് കയ്യിൽ എടുത്തു. ഓക്കെ, ഓൺ അക്കൗണ്ട് ഓഫ് 3 spell with me. Focus, abracadabra. On a count of 3, 1, 2, 3, magic happens. 1, 2, 3. The long piece of rope, the medium piece of rope, and the small piece of rope in equal length. I hope so. Oh. Thank you so much. That was truly magic. Actually, ഗോപിക്ക് തോന്നിയ ഒരു തോന്നൽ മാത്രമാണത്. ഈ 3 റോപ്പും 1, 2, 3, 3 റോപ്പ് ഏകദേശം ഒരേ നീളത്തിലാക്കി എന്റെ കയ്യിൽ പിടിക്കുകയാണ്. What do you see? In equal length? Yes. Oh, I'm so sorry. ഗോപിക, എന്റെ കാഴ്ച ശരിയല്ല. ഒപ്റ്റിക്കൽ ഇല്യൂഷനിൽ തന്നെയാണ് ഇപ്പോൾ. Don't worry. Be calm. On a count of 3. എന്തോ സംഭവിക്കുന്നു. Yeah, on a count of 3, 1, 2, and 3. Now we can see the small one, the medium one, and the long one. Thank you so much. അപ്പൊ നമുക്ക് ആണോ? ഓക്കെ, എന്നാ ഒരു കാര്യം ചെയ്യാം. ഞാനാണെങ്കിൽ അടുത്ത ഒരു മാജിക് കാണിക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു മാജിക്കാണ്. നിങ്ങൾ മേ ബി പലപ്പോഴും ഇത് കണ്ടിട്ടുണ്ടായിരിക്കും. അത് ക്ലാസിക് പെർഫോമൻസ് ആണ്. ഈ മാജിക് ഞാൻ ഒന്ന് പെർഫോം ചെയ്യാം. ഇത് പെർഫോം ചെയ്തതിന് ശേഷം അതിന്റെ ട്രിക്ക് ഞാൻ ഒന്ന് പഠിപ്പിച്ചു തന്നാലോ? ഓക്കെ, ഇത്രയും നേരം ആണെങ്കിൽ എന്ന് പറഞ്ഞിരുന്നവരെല്ലാവരും അല്ല, ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ ഈ ഇതിൽ മാത്രമേ ഈ വള്ളിയുടെ കാര്യത്തിൽ മാത്രമേ ഇങ്ങനെ ഹൈറ്റ് വ്യത്യാസം വരുത്താൻ പറ്റുള്ളൂ. നമുക്ക് എന്തിനും പറ്റും. അല്ല, ഞാൻ ചോദിക്കണം വേറെ ഒന്നുമില്ല. നമ്മളിപ്പോ സുരേഷ് ഏട്ടന്റെ കൂടെ സ്റ്റേജിൽ പോയി നിൽക്കുമ്പോ എനിക്കും പക്രൂനൊക്കെ കറക്റ്റ് സുരേഷ് ഏട്ടന്റെ ഹൈറ്റ് വരുത്താൻ പറ്റും. ഫോക്കസ് എന്ന് പറഞ്ഞാൽ ഇല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇറ്റ്സ് ജസ്റ്റ് ആൻ ഒപ്റ്റിക്കൽ ഇല്യൂഷൻ. നിങ്ങൊരു തോന്നൽ മാത്രമാണ് ഉണ്ടായത്. അല്ല, നാട്ടുകാർക്ക് തോന്നിയത് നമുക്ക് തോന്നണ്ട. നാട്ടുകാർക്ക് തോന്നിപ്പിക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് അതിലേക്ക് കടക്കാം അല്ലെ? യുവർ ഫേവറേറ്റ് വൺ. ഓക്കെ, ഈ മാജിക്കിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഒരു ചുമന്ന നിറത്തിലുള്ള ഒരു ക്ലോത്ത് ആണ്. ഓക്കെ, ഈ ക്ലോത്തിന്റെ ഇത് ഞാനൊന്ന് പെർഫോമൻസ് ചെയ്ത് കാണിക്കുകയാണ്. ഇതിന് ശേഷമായിരിക്കും ഞാൻ ട്രിക്ക് പഠിപ്പിക്കുന്നത്. ഇത് ഞാൻ എൻ്റെ ഇടത് കൈക്കുള്ളിലേക്ക് ഒരു ഫിസ്റ്റ് ഉണ്ടാക്കി അതിനകത്തേക്ക് റോൾ ചെയ്ത് വെക്കുകയാണ്. ഓക്കെ, ഇത് നല്ല സാവധാനം
ചുറ്റി എടുത്ത് ശ്രദ്ധിച്ചിരിക്കണം. ഓക്കെ, ചെറിയ ക്വസ്റ്റ്യൻസ് ഒക്കെ വരും. ഇത് ഇടത് കൈക്കുള്ളിലേക്ക് ഞാൻ ഇതേപോലെ വെച്ചതിന് ശേഷം കുറച്ച് മാജിക് സോൾട്ട് ആണ് കേട്ടോ, മാജിക് സോൾട്ട് ഇട്ടു. ഇനി നിങ്ങളോട് ഒരു ചോദ്യം, എൻ്റെ ഏത് കയ്യിലാണ് ആ റെഡ് തുവാല? ലെഫ്റ്റ്. ഏയ് നോ, ലെഫ്റ്റ്. ബോക്സിലുണ്ടോ? കുറച്ചൊരു ബോക്സിലൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഇല്ല. അങ്ങനെ ഒന്നുമില്ല, ശ്രദ്ധിച്ചിരിക്കുന്നവർക്ക് മനസ്സിലാവും എൻ്റെ ലെഫ്റ്റ് കൈ തന്നെയാണ് ഉള്ളത് എന്നുള്ളത്. ഓക്കെ, ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ഈ റൈറ്റും ലെഫ്റ്റും ഒക്കെ പറഞ്ഞ ഒരു വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കിയിരിക്കുക. ഞാൻ എൻ്റെ ഇടത് കൈക്കുള്ളിലേക്ക് ഒരു ഫിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഇതിനകത്തേക്കാണ് ഈ തൂവാല തിരികെ ഇറക്കുന്നത്. ഓക്കെ, ഈ ചുമന്ന തൂവാല പൂർണ്ണമായിട്ടും ഇതിനകത്തേക്ക് തിരികെ ഇറക്കിയതിന് ശേഷം ഞാൻ വെറുതെ ഒരു കാര്യം ചെയ്യുന്നില്ല, ജസ്റ്റ് സ്പ്രിംഗ്ലിംഗ് എ മാജിക് സോൾട്ട്. ഓക്കെ, ആൻഡ് ഹാൻഡ്സ് ആർ ക്ലീൻ ആൻഡ് ടേക്കിംഗ് എ മാജിക് സോൾട്ട്. Yeah, cool. On a count of 3, 1, 2, 3, a red hanky turn to an egg. താങ്ക് യു ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. നിങ്ങൾ എല്ലാവരും കണ്ടത് ഇപ്പോൾ ഒരു ചുമന്ന തുവാല ഒരു കോഴിമുട്ടയ ജാലവിദ്യയാണ്. ഇത് പഠിക്കണം എന്നുള്ള ആഗ്രഹമുള്ളവരാണ് ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും. വെരി സിമ്പിൾ. അറിയാവുന്നവരിപ്പോ പറയാണ് എനിക്കറിയാം എന്ന് പറയുന്നവരായിരിക്കും. വെരി സിമ്പിൾ, സംതിങ് ലൈക്ക് ദിസ്. ഇതിന്റെ ബാക്കിലായിട്ടൊരു ഹോൾ ഉണ്ടായിരുന്നു ആൻഡ് സിൽക്ക് അതിനകത്തായിരുന്നു. ദാറ്റ്സ് ഓൾ. സീക്രട്ട് ഇറങ്ങിയോണ്ട് കാര്യം. ഇത് എങ്ങനെ എടുത്തു, എപ്പോ എടുത്തു, എങ്ങനെ വെച്ചു, അതിലാണ് കാര്യം. ഓക്കെ, നമ്മൾ ഇതിനു വേണ്ടിയിട്ട് 2 കാര്യങ്ങൾ. ഇതുപോലൊരു മുട്ട തയ്യാറാക്കി എടുക്കണം, ഇതുപോലൊരു തുവാല എടുക്കണം. ചുമപ്പാകാം, പച്ചയാകാം, മഞ്ഞയാകാം, വെള്ളയാവാതിരുന്നാൽ നന്നായിരിക്കും. ഓക്കെ, അപ്പോൾ ആദ്യമേ അതുപോലൊരു തുവാല നമ്മൾ തയ്യാറാക്കുക. അതിനുശേഷം എഗ്ഗ് എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതിന് മുകളിലും താഴെയായിട്ട് ഒരു ഹോൾ ഇടുക. എന്നിട്ട് എഗ്ഗ് നോക്കും, മഞ്ഞക്കരു ഉണ്ടല്ലോ, അത് നല്ലോണം ഷേക്ക് ചെയ്തിട്ട് വലിച്ച് വെളിയിൽ കളയുക. സൂക്ഷിക്കണം എഗ്ഷെല്ല് പൊട്ടിപ്പോകരുത്. അതിന് സൈഡിലായിട്ട് ഇതുപോലെ വലിയൊരു ഹോൾ ഉണ്ടാക്കുക, എഗ്ഷെല്ല് പൊട്ടാതെ സൂക്ഷിക്കുക. ഇത് തീർത്തും പൊട്ടിപ്പോവാതിരിക്കാനായിട്ടൊരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. വെരി സിമ്പിൾ. കുറച്ച് ഫെവിക്കോൾ എടുക്കുക, അതിൻ്റെ ഒരു മയം ഇതിൽ പുരട്ടുക. വെയിലത്ത് വെച്ച് ഉണക്കി എടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ഒരു എഗ്ഷെല്ല് നമുക്ക് കിട്ടും. വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഓഫ് മാജിക് എന്ന് പറയുന്നതാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് പാമിങ്. ഇതൊരു ടെക്നിക്കൽ വശമാണ്. നമ്മുടെ കൈയടക്കം എന്ന് പറയും. ഞാൻ എൻ്റെ ഇടത് കൈക്കുള്ളിലേക്ക് ഈ എഗ്ഷെല്ല് നേരത്തെ കൂട്ടി ഞാൻ ആരും കാണാതെ റെഡിയാക്കി വെച്ചിരുന്നു. നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് നേരത്തെ കയ്യിൽ ഇത് ഇങ്ങനെ വെച്ചുകൊണ്ട് വരിക. ദിസ് ഇസ് കോൾഡ് പാമിങ്. കുറച്ചുകൂടെ സേഫ് ആക്കാനായിട്ട് സംതിങ് ലൈക്ക് ദ നിങ്ങളൊന്ന് വേദിയുടെ ഒരു സൈഡിൽ നിന്ന് തൂവാല വീശി കടന്നു വന്നതിന് ശേഷം ഇടത് കൈയിലോട്ട് ഇങ്ങനെ പിടിക്കുക. മുട്ടയിരിക്കുന്ന ആരും ശ്രദ്ധിക്കില്ല. ഗോട്ട് ഇറ്റ്? ഇനി എൻ്റെ ഇടത് കൈക്കുള്ളിലേക്ക് ഒരു ഫിസ്റ്റ് ഉണ്ടാക്കി അതിനകത്തേക്ക് തൂവാല ഇറക്കുകയാണെന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് ഐ എം സിംപ്ലി ഡൂയിങ് ലൈക്ക് ദിസ്. ഈ മുട്ടത്തോടിനകത്തേക്കാണ് ഇതിനെ തിരികെ ഇറക്കി വെക്കുന്നത്. ഓക്കെ, ഇത് കയ്യിൽ വളരെ സേഫായിട്ട് പിടിച്ചതിന് ശേഷം നിങ്ങൾ മാജിക് സോൾട്ട് സ്പ്രിംഗിൾ ചെയ്യാം. ഈ ഒരു ടൈം യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് അറിയാം? ആൾക്കാരുടെ ഒരു അറ്റൻഷൻ ഒരു മാജിക്കിലൂടെയാണ് ഇത് വന്നു എന്ന് തോന്നാൻ വേണ്ടിയിട്ടാണ്. മാജിക് സോൾട്ടും വെച്ചതിന് ശേഷം ഇനി നിങ്ങൾക്ക് ഈ കയ്യിലിരിക്കുന്ന മുട്ട എടുത്ത് ഓപ്പൺ ചെയ്ത് കാണിച്ചു കൊടുക്കാം. അതിനുശേഷം ആരെങ്കിലും ഓഡിയൻസിൽ നിന്ന് പറയും ഇതെനിക്കറിയാം, ഇതെന്റെ ബാക്കിലാണ് ഇതിന്റെ സീക്രട്ട്, എന്റെ പിൻവശം തിരിച്ച് കാണിക്കാൻ പറയും. എന്ത് ചെയ്യും? നോ നോ, സംതിങ് ലൈക്ക് ദിസ്. തിരിച്ച് കാണിച്ചു കൊടുക്കുക. ഒരിക്കലും മുട്ട തിരിയാൻ പാടില്ല, കൈ മാത്രമേ തിരിയാൻ പാടുള്ളൂ. ഓക്കെ, അനദർ പോയിന്റ്. അതിനുശേഷം നമ്മൾ വളരെ വിജയശ്രീലാളിതനായിട്ട് ഇത് പ്രകടമാക്കി മാജിക് എല്ലാം ചെയ്തു. നമ്മളൊരു മജീഷ്യനായെന്ന് പറഞ്ഞിരിക്കുമ്പോൾ അബദ്ധവശം ഒന്ന് തിരിഞ്ഞ് ആ തുവാല ഇരിക്കുന്ന പോർഷൻ കണ്ടുപോയി. എന്ത് ചെയ്യും? എന്ത് ചെയ്യും? എന്ത് ചെയ്യും? എന്ത് ചെയ്യും? ഒന്നും ചെയ്യണ്ട, അവർ ചെയ്തോളുമല്ല. പേടിക്കണ്ട, പറയാ ഇറ്റ്സ് ജസ്റ്റ് എ മാജിക്കൽ എഗ്. ഞാൻ എൻവയോൺമെന്റിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്ത എഗ്ഗാണ്. ഇന്ന് എൻവയോൺമെന്റ് ഫുള്ള് പൊല്യൂട്ടഡ് ആണ്. അങ്ങനെ ഒരു പൊല്യൂഷൻ മാത്രമാണ് ഇത് നമുക്ക് ഇങ്ങനെ പീൽ ചെയ്ത് കളയാം എന്ന് പറയാം. അപ്പോൾ അവർ ഉറപ്പായിട്ടും വിശ്വസിക്കും നിങ്ങളൊരു റിയൽ മജീഷ്യനാണ്. അപ്പോഴും അവിടെ ഇരുന്നുകൊണ്ട് ഒരാൾ പറയും, ആരെങ്കിലും ഒരാൾ പറയും എനിക്കറിയാം ഇത് പ്ലാസ്റ്റിക് എഗ്, ഇവനോടായിപ്പാണ് എന്ന് പറയുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലൊരു ഗ്ലാസ് എടുത്ത് എല്ലാവരുടെയും മുന്നിൽ വെക്കുക. നോട്ട് ഫോർ ദ കമ്പനി. ഓക്കെ, എന്നിട്ട് ഈ എഗ്ഗ് നിങ്ങളുടെ വലത് കയ്യിൽ പിടിക്കുക, ഗ്ലാസ് എടുത്ത് ഇടത് കയ്യിൽ പിടിക്കുക, ദെൻ ബ്രേക്ക് ചെയ്തിട്ട് കാണിച്ചു കൊടുക്കുക. The egg is real and you are a real magician. Thank you so much, ladies and gentlemen. എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നി. ഇത്ര അടുത്ത് വന്നിട്ട് എനിക്കൊന്നും മനസ്സിലായില്ല. Thank you so much.